السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സ്നേഹരനായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഒറ്റമൂലിയാണ് മരണത്തെക്കുറിച്ചുള്ള സ്മരണ എന്നത്. പ്രത്യേകിച്ചും ഐഹിക ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, ആ പ്രയാസങ്ങളിൽ നിന്ന് മാനസികമായി, ആ ബുദ്ധിമുട്ടുകളിൽ മാനസികമായി നമുക്ക് അതിൽ തളരാതിരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഐഹിക ജീവിതത്തിൽ വല്ലാതെ നമ്മൾ ദുനിയാവിലെ ജീവിതത്തിൽ മാനസികമായി വല്ലാതെ അതുമായി നമ്മുടെ മനസ്സ് ബന്ധിതമാകുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കുക എന്നതിനു വേണ്ടിയുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മാർഗമാണ് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എല്ലാ ലദ്ദാത്തുകളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതിന് നിങ്ങൾ ധാരാളമായി ഓർക്കുക. അതിനെ ഓർത്താലുള്ള പ്രത്യേകത എന്താ? ഫഇന്നഹു ലം യദ്കുറുഹു അഹദുൻ ഫീ ദീഖിൻ മിനൽ ഐഷ്. ജീവിതം ഇടുക്കിലാകുമ്പോൾ, ജീവിതം ഞെരുക്കത്തിലാകുന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ വസ്സഅഹു അലൈഹി, ആ സ്മരണ അവൻ്റെ ജീവിതത്തെ അവന് വിശാലമാക്കി കൊടുക്കും. കാരണം മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ധാരാളമായി ഓർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നിസ്സാരമായി തോന്നും. ഏത് സമയം മരിച്ചു പോകാനുള്ളത് അവിടെ നിന്ന്, ഇനിയിപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ എന്താണ്, സാരമില്ല, നമുക്ക് പരലോകമുണ്ടല്ലോ, ഒന്നും കുഴപ്പമില്ല, കുറച്ച് കാലമല്ലേ, കുറച്ച് സമയമല്ലേ, കുറച്ച് ഞെരുക്കുണ്ടെങ്കിലും അത് കുറച്ച് സമയത്തിനല്ലേ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർത്താൽ ഏത് ജീവിതത്തിലെ ഞെരുക്കങ്ങളും അവന് വിശാലമായി തോന്നും. വലാ ദക്കറഹു ഫീ സഅത്തിൻ. ഇനി ഒരാൾ നല്ല ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒക്കെയുള്ള സമയത്താണ് മരണത്തെക്കുറിച്ച് ഓർക്കുന്നതെങ്കിൽ അതിൽ വല്ലാതെ ആകൃഷ്ടനായി, അതിൽ വല്ലാതെ മനസ്സ് വഞ്ചിതനായി പരലോകം മറന്നു കളയുന്ന അവസ്ഥയും ഉണ്ടാവില്ല. ഇല്ലാ ദയ്യഖഹ അലൈഹി. ആ സ്മരണ ദുനിയാവിനെ അവൻ്റെ മനസ്സിൽ അതിനെ ഞെരുക്കിക്കളയും. എന്ന് വെച്ചാൽ വല്ലാതെ മനസ്സ് ദുനിയാവിൽ ബന്ധിതമായി പരലോകം മറന്നുപോയി ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ ജീവിതം അങ്ങനെ പോകുന്ന അവസ്ഥയിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും. അപ്പോൾ സന്തോഷവേളയിലും ഐശ്വര്യവേളയിലും സന്താപവേളയിലും പ്രയാസവും ഞെരുക്കവുമുള്ള സന്ദർഭത്തിലുമൊക്കെ ഒരു വിശ്വാസിക്ക് കൂടെ ഉണ്ടാകേണ്ടതാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വലിയ ഞെരുക്കങ്ങൾ ഉണ്ടാവുക എന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിനെയും അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പരീക്ഷണമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ എന്ന് കാണാൻ സാധിക്കും. അല്ലാഹുവേ, അവിശ്വാസത്തിൽ നിന്നും ഫഖറിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ആ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചെടുത്ത് കാണാൻ സാധിക്കും. ഫഖർ, ദാരിദ്ര്യം എന്നത് അവിശ്വാസത്തിലേക്ക് പോകാൻ പ്രധാനപ്പെട്ടൊരു കാരണമാണെന്നാണ്. കാരണം പലപ്പോഴും ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹു അല്ലാത്തവരുടെ സഹായം തേടാനൊക്കെ പോകുന്ന എപ്പോഴാണ്? ദാരിദ്ര്യം അല്ലെങ്കിൽ ഭയങ്കര പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ഇനി കുറേ കാലമായില്ലേ ചോദിക്കണേ, ഇനി ജാറത്തിലേക്ക് പോയി നോക്കുക, അല്ലെങ്കിൽ ഇനിയും നേരസൊന്ന് കെട്ടി നോക്കുക.
അതല്ലെങ്കിൽ മാനസികമായി അള്ളാഹുവിൻ്റെ ഖദാ ഖദറിൽ വെറുപ്പുണ്ടായി, അതിൽ നൈരാശ്യമുണ്ടായി, അതിനോടൊരു മാനസികമായി അതിൽ നിരാശയുണ്ടായി, പടച്ചറബിൻ്റെ കാരുണ്യത്തിലൊക്കെ നിരാശയുണ്ടായി, അത്തരത്തിൽ കുഫറിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ തെറ്റിപ്പോകാൻ, അതിൽ നിന്ന് തന്നെ തെറ്റിപ്പോകാൻ ഫഖർ കാരണമാണ്. എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായി കഴിയുമ്പോൾ ഈ ജീവിതം ശാശ്വതമല്ല, ഏത് സമയവും മരിച്ചു പോകാനുള്ളതാണ്. ഇതൊരു പരീക്ഷണവേള മാത്രമാണ്, എപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ പിന്നെ ദുനിയാവിലെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അതൊരു പ്രയാസമായി മാറുകയില്ല. ഇനി നേരെ തിരിച്ച് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ മുഴുവൻ ദുനിയാവാണെങ്കിലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇൻ ഉഅ്തിയ റളി വ ഇല്ലം യുഅ്ത സഖത്ത്. ചില ആളുകൾ അങ്ങനെയാണ്, ദുനിയാവിൽ എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര സന്തോഷവും തൃപ്തിയും ഭയങ്കര ആഹ്ലാദവും ഒക്കെ ആയിരിക്കും. ദുനിയാവിൽ വല്ലതും കിട്ടാതായാൽ മാനസികമായി ഭയങ്കര വെറുപ്പും ഒരു വിഷാദവും പ്രയാസവും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ പറഞ്ഞു, തഇസ അബ്ദുദ് ദീനാർ തഇസ അബ്ദുദ് ദിർഹം തഇസ അബ്ദുൽ ഖമീസ തഇസ അബ്ദുൽ ഖമീല. ദീനാറിൻ്റെ അടിമ നശിച്ചിരിക്കുന്നു, ദിർഹമിൻ്റെ അടിമ നശിച്ചിരിക്കുന്നു, പട്ടുവസ്ത്രത്തിൻ്റെയും പിന്നെ പുതപ്പിൻ്റെയും ആർഭാടപൂർണമായ പുതപ്പിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ അടിമ നശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിൽ ഭയങ്കരമായി മനസ്സ് കണക്റ്റഡ് ആവുക, അത് കിട്ടിയാൽ ഭയങ്കര സന്തോഷം, അതില്ലെങ്കിൽ ഭയങ്കരമായ ടെൻഷനും പ്രയാസവും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുക. അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ ജീവിതത്തെ മോശമാക്കുന്ന മാനസികാവസ്ഥയാണ്. ഈ രണ്ട് അവസ്ഥയിൽ നിന്നും മോചനം നേടേണ്ടവരാണ് വിശ്വാസികൾ. അതിന് രണ്ടിനുമുള്ള ഒറ്റമൂലിയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല അവർ ഏത് ഭൂമിയിൽ വെച്ചാണ് മരണപ്പെടുക എന്ന്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അള്ളാഹു ആകട്ടെ ഏറെ അറിയുന്നവനും അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനുമാണ് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതം ക്രമീകരിക്കാൻ, അങ്ങനെ തഖ്വ കൊണ്ട് ജീവിതം സന്തോഷമുള്ളതാക്കി അനുഗ്രഹപൂർണ്ണമാക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.